എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ മാർച്ച് 16 അതിന് മുൻപോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊരു സാധാരണ വീഡിയോ അല്ല. കാരണം അടുത്ത 3 ദിവസങ്ങൾ യൂണിവേഴ്സൽ എനർജി വളരെ ശക്തമാണ്, വളരെ ഡിഫറൻ്റാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചിന്തകൾ പോലും റിയാലിറ്റിയായി മാറാൻ തുടങ്ങും. അതുതന്നെയാണ് അമാവാസിയുടെ സമയം. പലർക്കും തോന്നും അമാവാസി എന്നത് ഒരു സാധാരണ ദിവസം മാത്രമാണെന്ന്. പക്ഷേ സ്പിരിച്വൽ ലോകത്ത് ഈ ദിവസം റീസെറ്റ് ബട്ടൺ പോലെയാണ്. പഴയ എനർജിയെ ഡിലീറ്റ് ചെയ്ത് പുതിയ എനർജി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. അതിനാലാണ് ചില ആളുകളുടെ ജീവിതം അമാവാസി കഴിഞ്ഞ് വളരെ ഡിഫറൻ്റായിട്ട് മാറുന്നത്, വളരെ സമ്പൽ സമൃദ്ധിയിൽ ഐശ്വര്യത്തിലായി മാറുന്നത്. ഇനിയും ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. ഒരാളുടെ ജീവിതത്തിൽ എല്ലാം ബ്ലോക്ക്ഡ് ആയിരുന്നു. പണം വരുന്നില്ല, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, കോൺഫിഡൻസ് ഇല്ല. ഒരു ദിവസം അയാൾ ഒരു ചെറിയ പ്രാക്ടീസ് ചെയ്തു. അമാവാസി രാത്രിയിൽ അയാൾ കണ്ണുകളടച്ച് യൂണിവേഴ്സിനോട് ഒരു സെൻറ്റൻസ് പറഞ്ഞു: ഞാൻ റെഡിയാണ്, എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ആ സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ സ്ലോലി ആയിട്ട് മാറ്റങ്ങൾ തുടങ്ങി. അയാളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വർദ്ധിച്ചു തുടങ്ങി. അയാൾ എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ സ്വീകരിച്ചു. യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സിനെയും ചലഞ്ചസിനെയും എല്ലാം ഒരേപോലെ സ്വീകരിച്ചപ്പോൾ അയാളുടെ ജീവിതം വളരെ സക്സസ്ഫുള്ളായി. ഇപ്പോൾ നിങ്ങൾ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വേണ്ടത്? പണമാണോ? അതോ റിലേഷൻഷിപ്പാണോ? സമാധാനമാണോ? സന്തോഷമാണോ? ശാന്തതയാണോ? എന്താണ് വേണ്ടത് എന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാവോ? അതായത് ഒന്ന് സങ്കല്പിക്കുക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ആ കാര്യം ഇതിനകം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ആ ഒരു ഫീലിംഗ് കുറച്ച് സെക്കൻഡ്സ് നിങ്ങളത് ഫീൽ ചെയ്യുക. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പണമാണോ? സമ്പത്താണോ? സമ്പൽ സമൃദ്ധിയാണോ? അതായത് പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതമാണോ? അതോ റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങളാണോ? എന്താണ് വേണ്ടത്? അത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് സങ്കല്പിക്കുക. ആ ഒരു കാര്യം ഇതിനകം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ആ ഒരു ഫീലിംഗ് നിങ്ങൾ കുറച്ച് നേരം ഫീൽ ചെയ്യുക, കുറച്ച് സെക്കൻഡ്സ് അത് ഫീൽ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഈ ഒരു അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക. യൂണിവേഴ്സ്, ഞാൻ റെഡിയാണ്. എൻ്റെ ജീവിതത്തിൽ അബൻഡൻസ്, സമ്പൽ സമൃദ്ധി സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. എനിക്ക് വേണ്ടതെല്ലാം ശരിയായ സമയത്ത്, ശരിയായ ദിശയിൽ, ശരിയായ ആളുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യൂണിവേഴ്സ് എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾ മാർച്ച് 16 മുൻപ് കാണുന്ന ആളുകൾക്ക് ഒരു കോമൺ എക്സ്പീരിയൻസ് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ മാർച്ച് 16 അന്ന് കാണുന്നവർക്കും. അതായത് അടുത്ത ദിവസങ്ങളിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ന്യൂസ് വരും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ 16, 17, 18 അമാവാസി ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടത്. അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇത് സംഭവിച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം അത് യൂണിവേഴ്സൽ കണക്ഷൻ്റെ സൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ വിശ്വസിക്കുക. ഈ 16, 17, 18 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസങ്ങളാണ് അമാവാസി ദിവസങ്ങൾ. നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ അമാവാസി ദിനങ്ങൾ. ഇതിൽ യൂണിവേഴ്സൽ എനർജി വളരെ ശക്തമാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒരു പേപ്പർ എടുക്കുക.
എന്നിട്ട് ആ പേപ്പറിൽ നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ ഓക്കെ, നിങ്ങൾ 16-ാം തീയതി രാത്രി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ കിടക്കുന്ന തലയിണയുടെ അടിയിൽ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ആ ഒരു പേപ്പർ എടുത്ത് അത് വായിച്ച് നോക്കിയിട്ട് ആ ഒരു ആഗ്രഹം സാധിച്ചതായി വിഷ്വലൈസേഷൻ ചെയ്യുക. 11 പ്രാവശ്യം എഴുതുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ആ ഒരു പേപ്പർ മടക്കി വയ്ക്കുക തലയുടെ ഇടയിൽ. എന്നിട്ട് നിങ്ങൾ എണീക്കുക. വീണ്ടും വൈകുന്നേരം കിടക്കാൻ നേരത്ത് ആ ഒരു പേപ്പർ എടുക്കുക. വീണ്ടും അത് വായിച്ച് നോക്കുക. മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക അത് നടന്നതായിട്ട്. എന്നിട്ട് 11x11 ടെക്നിക്ക് 11 പ്രാവശ്യം എഴുതുക. ആ ഒരു ആഗ്രഹം നടന്നതായിട്ട് പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. വീണ്ടും നിങ്ങൾ അത് മടക്കി തലയുടെ അടിയിൽ വയ്ക്കുക. വീണ്ടും 16 കഴിഞ്ഞ് 18-ാം തീയതി രാവിലെ എണീക്കുക. 18-ാം തീയതി രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആ പേപ്പർ ഒന്ന് തുറന്ന് നോക്കുക, വായിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക നടന്നതായിട്ട്. വീണ്ടും 11 പ്രാവശ്യം എഴുതുക. നടന്നതായിട്ട് പ്രസൻറ്റ് ടെൻസിൽ എഴുതണം. ഓക്കെ, എന്നിട്ട് അത് വീണ്ടും മടക്കി തലയുടെ അടിയിൽ വയ്ക്കുക. രാത്രി കിടക്കാൻ നേരത്ത് വീണ്ടും അതെടുത്ത് നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് അത് വിഷ്വലൈസേഷൻ ചെയ്യുക. ആ ഒരു ആഗ്രഹം നടന്നതായിട്ടും 11 പ്രാവശ്യം വീണ്ടും എഴുതുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ, അതായത് 18-ാം തീയതി കഴിഞ്ഞു 19-ാം തീയതി രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ആ ഒരു പേപ്പർ കത്തിക്കുക. ഓക്കെ, ഒന്ന് എടുത്ത് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് നിങ്ങളത് കത്തിച്ചിട്ട് നമ്മുടെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. നമ്മൾ ഊതി അങ്ങ് കളയുക, അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ ചോട്ടിൽ കുഴിച്ചിടുക ഒക്കെ ചെയ്താൽ അത് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു പേപ്പർ നമ്മൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുകയാണ്. അത് വിട്ട് കളയുക. ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും. ഈ 3 ദിവസം, അതായത് 16-ാം തീയതി രാത്രി, 17, 18 ഈ ഒരു 3 ദിവസം നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ഏറ്റവും വലിയ ആഗ്രഹം യൂണിവേഴ്സൽ എനർജിയുടെ പവർ, ശക്തി കൊണ്ട് നടക്കും. വിശ്വാസത്തോടെ, വളരെ വിശ്വാസത്തോടെ ചെയ്യണം. ഒരിക്കലും ഡൗട്ട് വിചാരിക്കരുത്. ഡൗട്ട് വിചാരിച്ചാൽ നടക്കത്തില്ല. നെഗറ്റീവ് തോട്ട്സുകളെല്ലാം മാറ്റി പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിറച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. അപ്പം എല്ലാവരും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും സമ്പൽ സമൃദ്ധിയും വരട്ടെ. കീപ് ഗോയിങ്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.